നല്ല പടം, നല്ല ഓരോ ഫാൻസിനും ഓരോ രീതിയിലാണ്. അപ്പം സ്വന്തമായിട്ട് കണ്ടിട്ട് എക്സ്പീരിയൻസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. നല്ല പടമായിരുന്നു, അടിപൊളിയായിരുന്നു. നല്ല കുറേ ആക്ടേഴ്സിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി പടം. ആക്ച്വലി കുഴപ്പമില്ല കേട്ടോ. അത് വിചാരിച്ചു ഞാൻ ഫസ്റ്റ് ഡേ റിവ്യൂ ഭയങ്കര മോശമായിരുന്നു, എന്നാലും ബുക്ക് ചെയ്തുകൊണ്ട് കാണാൻ വന്നതാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ആക്ച്വലി കുഴപ്പമില്ല, നല്ല രീതിയിൽ എൻഗേജിങ് ആയിട്ട് തന്നെ ഇരിക്കുന്ന ഒരു സിനിമയാണ്, എൻ്റർടൈനിങ് ആണ്. അതിന് മാത്രം നെഗറ്റീവ് ഇല്ല. ആക്ഷൻ കുറച്ച് എക്സസീവാണ്. നമുക്ക് ഒരുപാട് ആക്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ചെറുതായിട്ടൊന്നൊരു മടുപ്പ് തോന്നും. ബാക്കിയെല്ലാം BGM-ഉം പ്ലേസിങ്ങും എല്ലാം അടിപൊളിയായിരുന്നു. അത് തന്നെയാണ്, സെയിം അഭിപ്രായം തന്നെയാണ് എനിക്കും പറയാനുള്ളത്. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന എക്സ്പെക്ടേഷൻ ആയിരിക്കും, കൂടുതൽ എക്സ്പെക്ടേഷൻ ആയിരിക്കും ഇത് പറഞ്ഞ പോലെ നെഗറ്റീവ് വരാൻ കാരണം. അല്ല വേറെ കുഴപ്പമൊന്നുമില്ല, നല്ല പടം. തിയേറ്റർ എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. നല്ല പടം, സൂപ്പർ. എന്താ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി. ഇത് എനിക്കറിയില്ല, പക്ഷെ കുറേ എക്സ്പെക്ട് ചെയ്തുകൊണ്ടായിരിക്കും ആൾക്കാർ. പക്ഷെ ഞാൻ എല്ലാവരും പറഞ്ഞു കേട്ടിട്ട് ഒരുപാട് എക്സ്പെക്ട് ചെയ്യാതെ പോയി. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായത് എനിക്ക് അറിയില്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ അല്ലേ. സൂപ്പർ സിനിമ. 2-3 ദിവസം മൂന്നാമത്തെ പ്രാവശ്യമാണ് വന്ന് കാണണം. നാളത്തേക്ക് കൂടി ബുക്ക് ചെയ്തിട്ടാണ് പോയത്. കൊള്ളാം കേട്ടോ. എത്ര ഒരു രജനി പടം. നെഗറ്റീവ് ചുമ്മാ പറഞ്ഞു നെഗറ്റീവ് ഒന്നും. അത് തന്നെ മൂന്നാമതാണ് കാണാൻ പോണ്. ചുമ്മാ നെഗറ്റീവ് ചുമ്മാ ഇവിടെ കാണാൻ നൈസ് സാധനം. പറഞ്ഞ കാണണം. അതിന് ചുമ്മാ എക്സ്പെക്ട് ചെയ്ത് കിണ്ടിയായിട്ട് വരരുത്. സാധനം കാണാൻ കൊള്ളാം. ചുമ്മാ ഇത് ഏത് പേജാണ് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തൊടേണ്ട സിനിമ ഇങ്ങനെ കറക്കി ഇങ്ങനെ തൊട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞാൽ നാളത്തെ ഒരു സിനിമയുടെ ഒരു ടിക്കറ്റ് കൂടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവ 2 തവണ അവിടെ കണ്ടു. നൈസ്. രണ്ടാമത്തെ തൊട്ട് വന്ന് കാണണേ, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ലിയോ വിക്രം പോലൊന്നുമില്ല, ലോകേഷിൻ്റെ ഒരു വീക്കസ്റ്റ് ഡയറക്ടർ പടം. എന്നാലും കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. അങ്ങനത്തെ ഒരു രസമുള്ള. അമീർ ഖാൻ കുറച്ചും കൂടെ ഒരു മറ്റേ റോളക്സ് പോലത്തെ ഫീലൊന്നും വന്നില്ല, ഇത്തിരിയും കൂടെ മെച്ചപ്പെടുത്തായിരുന്നു. സ്ക്രീൻ പ്ലേ കുറച്ചൊന്നും ഇതായിപ്പോയി. എല്ലാവരും LC പ്രതീക്ഷിച്ച് പോയാണ് ഇത്രയും ഇതായത്. എല്ലാം 0 എക്സ്പെക്ട് ചെയ്ത് പോയിരുന്നെങ്കിൽ ഒരു കുഴപ്പം വരും. നല്ല പടമായിരുന്നു. എന്തോ ആൾക്കാർ ഡീഗ്രേഡ് മാത്രമൊന്നും ഇല്ല പടത്തിന്. കൊള്ളാം. ഞാൻ വിജയ് ഫാൻ പോയാ, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ. അത് കണ്ടുകൊണ്ടിരിക്കാം. പടം കൊള്ളൂല, ഒരു വായിക്കും കൊള്ളൂല. ലോകേഷിൻ്റെ പടം എന്നേ പറയില്ലേ. 2 വട്ടം കാണാനൊന്നുമില്ല. ലാസ്റ്റ് അമീർ ഖാൻ്റെ സീനെ കൊള്ളാം. അത്ര പോലെ നീ പറയല്ലേ. ഇത് സംഭവം തിയേറ്ററിൽ കൂവണ ആൾക്കാരല്ലേ, സ്പീക്കറിൽ കൂവലിന്റെ സൗണ്ടൊക്കെ ഇട്ടിരിക്കണ്. കൂവലും കൈയടി കൂവല് അടുത്തിരിക്കുന്ന അണ്ണന്മാർ ഡാൻസ് മാത്രം കൊള്ളാം. മോനിക ഡാൻസ്, ബാക്കിയൊന്നും കൊള്ളില്ല. സൗബിനും കൊള്ളാം. സൗബിനെ കാണാൻ വേണ്ടി പോവാം. കുഴപ്പമില്ല, ഒരു സാധാ ഒരു മൂവി. പക്ഷെ ലോകേഷിൻ്റെ അത്ര പ്രതീക്ഷിക്കാൻ പറ്റൂല. അത്രയും ഒരു മാസം കാര്യങ്ങളൊന്നുമില്ല, തോന്നിയില്ല, അത്രയ്ക്കും തോന്നിയില്ല. സാധാ ഒരു പേട്ട പോലത്തെ ഒരു പടം, അത്രേ ഉള്ളൂ. അതന്നെ ചേട്ടാ, ഒരു നോർമൽ പടം, അല്ലാതെ ലോകേഷിൻ്റെ പടം എന്ന് ഉദ്ദേശിക്കും പോലത്തെ ഒന്നുമില്ല. കണ്ടോണ്ടിരിക്കാം, വലിയ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പോയാൽ കൊള്ളാം. അത് പക്ഷേ ഒരു ഫാമിലി എന്നൊരു രീതിയിൽ സാധാ ഒരു പടം പോലെ കാണാം. വലിയ മാസ് പ്രതീക്ഷിച്ച് ഒരിക്കലും നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സാധാ ഒരു പടം എന്ന് വെച്ചാൽ ഒരു ഫീൽ ഗുഡ് മൂവി പോലെ, ക്ലൈമാക്സ് പോലെ, അത്ര.